നമസ്കാരം. ഈവനിംഗ് മലയാളം വിശദമായ വാർത്തകളിലേക്ക് പോവുകയാണ്. നേപ്പാൾ ഒരു ദുരന്തത്തിന് മുന്നിലാണ് ഉള്ളത്. നേപ്പാളിലെ ടിബറ്റ് അതിർത്തിക്ക് സമീപമുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. മിന്നൽ പ്രളയത്തിൽ ഇതുവരെ 18 പേർ മരിച്ചു. 109 ഇന്ത്യക്കാരടക്കം 384 വിദേശ സഞ്ചാരികളെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. പ്രദേശത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നേപ്പാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ച് അടിയന്തര സഹായം വാഗ്ദാനം ചെയ്തു. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന യുപിയിലും ബീഹാറിലും കേന്ദ്ര ജല കമ്മീഷൻ ജാഗ്രതാ നിർദ്ദേശം നൽകി. നേപ്പാളിൽ വീണ്ടും മിന്നൽ പ്രളയ സാധ്യതയുണ്ടെന്ന് ചൈന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സിയ സൂസൻ സാം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സിയ, വലിയൊരു മഴയോ പെരുമഴയൊന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഈ വിനോദസഞ്ചാരികളൊക്കെ അവിടെ കൂടിച്ചേർന്നിരുന്നത്. അതുതന്നെ ഈ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കൂട്ടുന്നുണ്ട്. കാരണം ആളുകളൊക്കെ പുറത്തു നിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ വലിയ ഒരു ദുരന്തം മുന്നിലെത്തിയത്. ഇപ്പോഴും പല ആളുകളെയും കാണാതായി നിൽക്കുകയാണ്. തെരച്ചിൽ തുടരുകയാണ്. അതെ രുജീഷ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു ഭീകരമായ ഒരു സംഭവമാണ് ഇന്ന് നേപ്പാളിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷത്തെക്കാട്ടും തീവ്രത കൂടിയ ഒരു പ്രളയമായിരുന്നു ഇത്തവണ അവർക്ക് നേരിടേണ്ടി വന്നത്. ഏകദേശം ഇപ്പോഴത്തെ പുതിയൊരു അപ്ഡേഷൻ പ്രകാരം മരണം ഏകദേശം 18ആയി. നമ്മൾ തുടക്കത്തിൽ 8 പേരെയായിരുന്നു മരിച്ചതായിട്ട് നമുക്ക് നിലവിൽ വന്നിരുന്ന കണക്കെന്ന് പറയുന്നത്. ഇപ്പോൾ അത് 18ആയി ഉയർന്നിരിക്കുകയാണ്. ഇനിയും ഇത് വീണ്ടും ഉയരും എന്നുള്ള സാധ്യതകളാണ് മുന്നോട്ട് കാണുന്നത്. അത് മാത്രമല്ല 109ഓളം ഇന്ത്യക്കാരടക്കം 400 പേരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ. ഈ അതിർത്തി അത് മാത്രമല്ല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമുക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചൈനയും ഒരു പ്രളയ സാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൈനയും ഒരു മിന്നൽ പ്രളയം ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അതിർത്തി സംസ്ഥാനങ്ങളായ ബീഹാർ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങൾക്കും ഈ അതിനോടനുബന്ധിച്ചുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. അവിടെയും ഒരു പ്രളയ മുന്നറിയിപ്പ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നദിയിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ചിട്ടാണ് ഈ ദുരന്ത നിവാരണ വകുപ്പ് ഇപ്പോൾ ഈ ഒരു മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നേപ്പാളിൽ നിന്നും ബീഹാറിലേക്ക് ഒഴുകുന്ന ഖണ്ഡക് നദിയുടെ തീരത്തുള്ള ജില്ലകളിൽ പ്രളയമുണ്ടായാൽ അത് നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ടെന്നും ഈ ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യക്കാരെ സഹായിക്കുന്നതിനായി നേപ്പാളിലെ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ നമ്പറുകളുമെല്ലാം ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷായുമായി ഫോണിലൂടെ സംസാരിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ ജനങ്ങൾ നേപ്പാളിലെ തങ്ങളുടെ സഹോദരി സഹോദരന്മാർക്കൊപ്പം എന്നാണ് മോദി എക്സിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല നേപ്പാളിന് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും നൽകുമെന്നും മോദി പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുമുള്ള ഹെൽപ്പ് ലൈൻ, മറ്റ് സാമഗ്രികൾ, ദുരന്ത ആശ്വാസത്തിനുള്ള മറ്റ് സാമഗ്രികൾ ആയിട്ട് അങ്ങനെ എക്യുപ്മെന്റ്സ് കാര്യങ്ങളുമെല്ലാം അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള പരിശ്രമം തുടങ്ങിയിരിക്കുകയാണ്. അതുമാത്രമല്ല സംസ്ഥാന സർക്കാരിന് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്നും നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അമിത്ഷായും അതേപോലെ തന്നെ ബീഹാർ മുഖ്യമന്ത്രിയായ സാമ്രാട്ട് ചൗധരിയുമായിട്ട് ഫോണിലൊക്കെ സംസാരിച്ചിരുന്നു. അവിടുത്തെ നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷായുമായിട്ട്. അതേപോലെ തന്നെ നേപ്പാൾ ടൂറിസം ബോർഡിന്റെ പ്രാഥമിക കണക്കുകൾ പ്രകാരം ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 109 ഇന്ത്യക്കാരെയാണ് ഇപ്പോൾ ഇവിടെ കാണാതായിരിക്കുന്നത്. ഏകദേശം ഒരു 380ഓളം പേരെ ഉണ്ടായിരുന്നു ഈ വിനോദസഞ്ചാരികളായിട്ട് ഉണ്ടായിരുന്നത്. അതിൽ പകുതിയും ഒരു 291 പേര് വിദേശികളാണ്. അതിനകത്ത് ഓസ്ട്രേലിയക്കാരുണ്ട്, അതേപോലെ തന്നെ സൗത്ത് കൊറിയയിൽ നിന്നുള്ള ആളുകളുണ്ട്. ഏകദേശം ഒരു 93 പേരാണ് ഈ നേപ്പാൾ സ്വദേശികൾ അതിനകത്ത് ഉൾപ്പെടുന്നതെന്ന് പറയുന്നത്. അത് മാത്രമല്ല ഈ കൈലാസ് മാനസ സരോവർ ഈ തീർത്ഥാടനത്തിൽ പോയ നിരവധി തീർത്ഥാടകരും ഈ കാണാതായവരിൽ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു ഈ നേപ്പാളിലെ ഈ ടിബറ്റൻ അതിർത്തിക്കടുത്തുള്ള ഈ റസുവ ജില്ലയിൽ പ്രളയ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. ഇന്ത്യയുടെ സംസ്ഥാനങ്ങളും അത് ബീഹാറും അതോടൊപ്പം ഉത്തർപ്രദേശും ഒക്കെ ആ ജാഗ്രതയോടെ തന്നെയാണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുകയും ചെയ്യുന്നത്. ഇപ്പോഴും ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനിയും ഒരു മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പ്.
അതുതന്നെയാണ് ഞാൻ രുചീഷ് തുടക്കത്തിൽ പറഞ്ഞത്. ഇപ്പോൾ അതിർത്തി സംസ്ഥാനങ്ങളായ ഉത്തരാഖണ്ഡ്, അതേപോലെ തന്നെ ബീഹാറിലെ ഇവർക്കെല്ലാവർക്കും തന്നെ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രളയം ഉണ്ടാകുമെന്നും. അതിനോടനുബന്ധിച്ച് അതിനുശേഷമാണ് ഇപ്പോൾ ചൈനയിലും ഇതുപോലത്തെ ഒരു പ്രളയ സാധ്യത മുന്നിൽ കണ്ടത്. കാരണം അവിടുത്തെ ഈ നദി മഞ്ഞുകട്ടകളിൽ നിന്നും വെള്ളം അതായത് ഏത് നിമിഷവും എന്ത് സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണം. കാരണം ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു പ്രളയം തന്നെയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിലും തീവ്രത കൂടിയ ഒരു പ്രളയമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. രുചീഷ്. ശരി സിയ, എന്തായാലും വലിയ ഒരു ദുരന്തത്തിന് മുന്നിലാണ് നേപ്പാൾ ഉള്ളത്. അത് ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിലും ആ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എന്തായാലും നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ 300-ലധികം ആളുകളെ കാണാതായി. അവരെയൊക്കെ തേടിയുള്ള തെരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം നേപ്പാൾ പ്രധാനമന്ത്രി വിളിച്ച ആ കാര്യങ്ങൾ അന്വേഷിക്കുന്നുമുണ്ട്. കൃത്യമായി തന്നെ എല്ലാ സഹായങ്ങളും, മനുഷ്യസാധ്യമായ എല്ലാ സഹായങ്ങളും ഒരുക്കാമെന്ന് തന്നെയാണ് ഇന്ത്യ നേപ്പാളിനെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.